ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നത്, അവരുടെ ചിന്തകളിൽ നിങ്ങളിപ്പോൾ ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. എല്ലാ രീതിക്കും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവുകയാണ് എന്നുള്ളത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് ആ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആയിട്ട് കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്, അതായത് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ. അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Knight of Pentacles, the Star Energy, the Wheel of Fortune, Ace of Swords, Eight of Wands, Six of Cups, High Priestess, Five of Swords, Ten of Swords, the Sun Energy, Page of Cups, Ace of Cups, Six of Wands, Seven of Swords, Two of Wands, King of Wands, Nine of Cups, King of Cups, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡില് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പില് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ചതിച്ച് കടന്നു കളഞ്ഞവരാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ വ്യക്തികളാണ്. കാരണം ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചീറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം അവര് ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ സമ്പത്തിനോടുള്ള ഒരു ഭയങ്കരമായ ഒരു ആഗ്രഹം വന്നിട്ട്, ആകർഷണം വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി പോയവരാണ്. ചിലവർക്കാണെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പ് കേസുകളായിരിക്കാം. സ്വാർത്ഥതയോടുകൂടി സ്വന്തം ലൈഫിന് പ്രാധാന്യം നൽകി നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവര്. സാഹചര്യം കൊണ്ട് പോയ വ്യക്തികളല്ല, മനഃപൂർവ്വം തന്നെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തികളാണ്. എന്നാൽ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്ത് ഇവർക്ക് അങ്ങനത്തെ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഇവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല അഡിക്ഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അഡിക്ഷൻ വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് മനഃപൂർവ്വം നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവര്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു വാല്യൂ നൽകാതെ നിങ്ങളെ മാനിക്കാതെ കടന്നുപോയ വ്യക്തികളായിരിക്കും. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടേത് എന്ന് പറയുന്നത് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിവൈൻ കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. ഇവരെവിടെയൊക്കെ നിങ്ങളെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞാലും ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇട്ട് വേണ്ടാന്ന് വെച്ച് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിരിഞ്ഞു പോകേണ്ട ഒരു ബന്ധമായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ചിലവരെ സംബന്ധിച്ചിടത്തോളം ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു റീഡിങ്ങിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു വ്യക്തിയെ കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും അവരുടെ ഒരു ഓർമ്മകൾ നിങ്ങളെ ഇങ്ങനെ നിരന്തരമായിട്ട് അലട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് നിരന്തരമായിട്ട് വരുന്നത് എന്നുള്ളത്. അതിന്റെ ഒരു കാരണം നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടേത് ഒരു ഡിവൈൻ കണക്ഷൻ ആണ്. നിങ്ങൾ ഒന്നിക്കേണ്ട വ്യക്തികളാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നിങ്ങൾ തമ്മിൽ കണക്ട് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു ചീറ്റ് ചെയ്തൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതായിരിക്കും.
ഇവിടെ പറയുകയാണെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഇവരുടേതായ ഒരു കർമ്മ ഇവരുടെ ലൈഫിൽ നേരിടേണ്ടതായിട്ട് വരും. ആ ഒരു കർമ്മ പീരീഡിലൂടെയാണ് ഈ ഒരു സ്പ്രെഡിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ കടന്നു പോകുന്നത്. കർമ്മ എന്ന് പറയുമ്പോഴേക്കും അവരുടെ ലൈഫിൽ എല്ലാവരും നശിച്ചു പോയി എന്നുള്ളൊരു മീനിങ് മാത്രമല്ല, പല രീതിയിലാണ് കർമ്മയുള്ളത്. തിരിച്ചറിവിന്റെ കർമ്മയുണ്ട്, തിരിച്ചടിയിലൂടെ കിട്ടുന്ന കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവരൊരു തിരിച്ചറിവിന്റെ പാതയിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫിൽ ഇവർ ചില പാഠങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് രീതിയിലാണോ ഇവർ ചീറ്റ് ചെയ്ത് പോയിരിക്കുന്നത് അത് മറ്റൊരു രീതിയിലൂടെ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അനുഭവങ്ങൾ പല കാര്യങ്ങൾ ഇവരെ പഠിപ്പിച്ചിരിക്കുന്നു. ഒരു ഡൗൺ എനർജിയിലാണ് ഇവർ നിൽക്കുന്നത്. ഡൗൺ എനർജി എന്ന് പറയുമ്പോഴേക്ക് ഇവരുടെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ്, ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഇവർ ഭയങ്കര ബ്രെയിൻ ഉള്ള ഒരു പേഴ്സൺ ആണ്. ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം എന്നുള്ള രീതിക്ക് മാത്രമല്ല, ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം. ഇവർ തലകൊണ്ട് ചിന്തിച്ച് ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന അത്രയും ഭയങ്കര ഒരു ബുദ്ധിമാൻ അല്ലെങ്കിൽ ബുദ്ധിമതി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഇവരുടെ പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാര്യങ്ങൾ കാരണം പല രീതിക്കും മണ്ടത്തരങ്ങളിലൊക്കെ ഇവർ പോയി ചാടാറുമുണ്ട്. അത് തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലും സംഭവിച്ചിരിക്കുന്നത്. ഇവർ ഭയങ്കരമായിട്ട് ബുദ്ധിപൂർവ്വം ചെയ്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് അവർക്ക് വലിയ രീതിക്കൊരു തിരിച്ചടി അല്ലെങ്കിൽ തലവേദനയായിട്ട് മാറിയിരിക്കുന്നു. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരുടെ ഒരു ഓർമ്മകളിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ തമ്മിൽ ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി എത്രയൊക്കെ നിങ്ങളെ മാറ്റി നിർത്തി പോയവരാണെങ്കിൽ പോലും നിങ്ങളെ പൂർണ്ണമായിട്ടും മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയെ ഏറ്റവും കൂടുതലായിട്ട് നോവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ നീറി നീറി അവർ ഓരോ നിമിഷവും മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങളെ ഓർത്ത് തന്നെയാണ്. നിങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നതിൽ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളെ മാറ്റി നിർത്തേണ്ടി വന്നതിൽ സ്വയം ഒരു കുറ്റബോധത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ അത്രത്തോളം അവരുടെ ആ ഒരു പോസിറ്റീവ് എനർജി എല്ലാം ഡ്രെയിൻ ഔട്ട് ആയിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷന് വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവരായിരിക്കാം നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഇവരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ എവിടെയാണോ ഇവർ അവഗണിച്ചിട്ടിട്ട് പോയത് ആ ഒരു സ്ഥലത്തേക്ക് ഒരു പരിഗണന നൽകാനായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് എത്തുകയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നൈറ്റ് ഓഫ് സോൾസിന്റെ എനർജിയാണ്. വളരെ ഒരു ഫാസ്റ്റ് എനർജിയാണ്. നിങ്ങളിലേക്കുള്ള ഒരു യാത്ര, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും വിട്ടു പോയിട്ടുണ്ടോ എന്നൊരു പേടി, അതുമൂലം വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് ഓടി അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ തിരയുന്നുണ്ട്. കാരണം കുറ്റബോധം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തു പോയിരിക്കുന്ന കാര്യങ്ങളും ഇനി മുന്നോട്ടേക്ക് എങ്ങനെയാണ് ഇതിനെ നന്നാക്കി എടുക്കേണ്ട കാര്യങ്ങളും അതൊക്കെ ഇവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കുന്തോറും ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന വേദന എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക്, ആങ്സൈറ്റി എല്ലാം കൂടെ നിറഞ്ഞിട്ട് ആ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. നീതിപൂർവമല്ലല്ലോ നിങ്ങളോട് പ്രവർത്തിക്കേണ്ടി വന്നത് എന്നുള്ള ഒരു കുറ്റബോധം. കാരണം ഇവരെ വിശ്വസിച്ചായിരിക്കാം നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പല സിറ്റുവേഷൻസ് കൊണ്ടിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിക്കാനായിട്ട് തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു വ്യക്തിയെ വിശ്വസിച്ച് മാത്രം നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവരായിട്ട് തന്നെ നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ അത്രത്തോളം കണ്ണീരിലൂടെ മുന്നോട്ടേക്ക് പോയിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കണ്ണുനീരിന്റെ താപം ഇപ്പൊ എന്തായാലും ഒരു ഫലത്തിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ആ ഒരു വേദന യൂണിവേഴ്സ് ആയിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പൊ ഇവരുടെ മനസ്സിൽ ആകെയുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലെ ഒരു നീതി പുലർത്തണം എന്നുള്ളതാണ്. നീതി പുലർത്തുക എന്ന് പറയുമ്പോൾ ഇവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇതുവരെ ഭയങ്കരമായിട്ടൊന്നും പ്രയത്നിക്കാതിരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും വളർച്ച നിന്നുപോയ ഈ ഒരു ബന്ധത്തില് ആ ഒരു വെള്ളമാണെന്നുണ്ടെങ്കിലും വളമാണെന്നുണ്ടെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും കരുതലാണെന്നുണ്ടെങ്കിലും ഇവർക്കായിട്ട് തന്നെ കൂടുതലായിട്ട് എഫേർട്ട് എടുത്ത് ഇടണം എന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നൽകണം എന്നുണ്ട്. കാരണം ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച അവരുടേത് കൂടിയാണ് എന്നുള്ളത് അവരിപ്പോ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു പാർട്ടിസിപ്പേഷൻ ആണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും ഒരുപോലെ എഫേർട്ട് എടുക്കുമ്പോഴാണ് എല്ലാ ബന്ധത്തിന്റെയും വളർച്ച ഉണ്ടാവുക. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് ഒരു റീബർത്ത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുകയാണ്, മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. വളരെ പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് ഇവർ ഇപ്പൊ ഈ ഒരു ബന്ധത്തെ നോക്കി കാണുന്നത്.
നിലച്ചുപോയി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയി പോയി എന്ന് കരുതിയ ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു റീബർത്ത്, തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു റീബർത്ത് സംഭവിക്കുകയും ചെയ്യും. കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, നിങ്ങളുടേത് എന്ന് പറയുന്ന ഒരു ഡിവൈൻ കണക്ഷൻ ആണ്. ഇവർ എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സമയത്ത് വന്നിരുന്നത്, അതുപോലെ തന്നെ എഗെയിൻ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരണം. നിങ്ങളാണ് അവരുടെ ലൈഫിലെ എല്ലാ രീതിയിലുമുള്ള വെളിച്ചം. നിങ്ങളിൽ നിന്ന് ഇവരിപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു കരുതലും സപ്പോർട്ടും തന്നെയാണ്. അപ്പൊ ഇവരുടെ ചിന്തകളില് നിങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു പ്രൗഡ് ആയിട്ട് തന്നെയാണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളെ കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ അവഗണിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവഗണിച്ച സ്ഥലത്ത് നിന്ന് ഇവരായിട്ട് തന്നെ നിങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ്, പരിഗണന നൽകുകയാണ് അവരുടെ മനസ്സിൽ. അത് നേരിട്ടും കൂടെ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയും കൂടിയാണ്. ഈ ഒരു സമയം ഇവരുടെ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിപൂർവ്വമുള്ള ചിന്തിക്കുന്ന ആ ഒരു ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ബുദ്ധി പോയി എന്നുള്ളതല്ല, അവര് പച്ചയായ ഒരു ജീവിതം എന്താണെന്നുള്ളത് ആസ്വദിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാഴ്ചപ്പാടുകളാണെങ്കിലും ചിന്താഗതികളാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നു. ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ആക്കുന്നുണ്ട്. പക്ഷെ ഇവര് നിങ്ങളുടെ എനർജിയിലെ അവരിലേക്ക് അട്രാക്ട് ആവാൻ ചെയ്യുമ്പോഴേക്കും യൂണിവേഴ്സ് ആയിട്ട് പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു പെയർ എനർജിയാണ്. കിങ് ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും ക്യൂൻ ഓഫ് കപ്സ് ആണെന്നുണ്ടെങ്കിലും എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിപ്പോ ഈ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളുടെ പേഴ്സണും ഇപ്പൊ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അവരും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ എനർജിയിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് അതിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലേക്കൊക്കെ പോയ വ്യക്തികളാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങളിലേക്കൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് ഇവരോട് ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. അത് അവരുടെ പുറകെ വരുന്നുണ്ടെങ്കിൽ പോലും അവർ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് നിങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വെളിച്ചമാണ് അവരുടെ ലൈഫിൽ അവരിപ്പോ ആഗ്രഹിക്കുന്നത്, അവർ ചിന്തിക്കുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകിയിരിക്കുന്നത് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് തന്നെയാണ്. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു പേഴ്സൺ വളരെ പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നോക്കി കാണുന്നത്. അവർക്കൊരു വിശ്വാസമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർ കുറച്ച് എഫേർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതുവരെ അവരുടെ മനസ്സിലുള്ള സ്നേഹം അവർ ഒരു ലിമിറ്റിൽ കൂടുതൽ നിങ്ങളിലേക്ക് കാണിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടേതായ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ഒരു സെൽഫിഷ് ആയിട്ടുള്ള മൈൻഡിലേക്കാണ് ഇതുവരെ അവർ ചിന്തിച്ചിരുന്നത്. ആ ഒരു കംഫർട്ട് സോൺ മാത്രം നോക്കി ഇവർ മുന്നോട്ടേക്ക് കൊണ്ടുപോയ ഒരു ബന്ധമാണിത്. ഇതിവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, ഇവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുള്ള ഒരു പേഴ്സൺ തന്നെയായിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇവര് ഇടക്കാലം കൊണ്ട് പല അഡിക്ഷൻസിലേക്ക് പോയിട്ടുണ്ട്. അതിപ്പോ സമ്പത്തിന്റെ കാര്യമാണെങ്കിൽ പോലും ഇവർക്ക് പെട്ടെന്ന് എല്ലാം കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ പോയൊരു വ്യക്തികളാണ്. എന്നാൽ ഇപ്പൊ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് അത് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. എല്ലാ രീതിക്കും സ്നേഹവും കരുതലും സപ്പോർട്ടും ഉള്ള ഒരു പാർട്ട്ണർ, അത് മനസ്സറിയുന്ന ഒരു പാർട്ട്ണർ അവരുടെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനത്തെ ഒരു സന്തോഷത്തിൽ അവർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി അവരിലേക്ക് അട്രാക്ട് ആയിക്കൊണ്ടേയിരിക്കും. അതായത് നീതിപൂർവ്വം റിലേഷൻഷിപ്പിൽ അത് ലൈഫിൽ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അവരിലേക്ക് എത്തും എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അപ്പോഴും ഇവർക്ക് എല്ലാ രീതിക്കുള്ള സമ്പത്താണെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവർക്ക് വേണം വേണം അല്ലെങ്കിൽ അവർക്കത് ലഭിക്കും എന്നുള്ള ഒരു ചിന്തകള് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഭയങ്കരമായ ഒരു ഓവർ കോൺഫിഡൻസ്, അതൊക്കെ കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഭയങ്കര ബുദ്ധിപൂർവ്വം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാറ്റി നിർത്തി പല പല സിറ്റുവേഷൻസിലേക്ക് പോയത്. ഇവർക്ക് എല്ലാ രീതിക്കും സന്തോഷിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത ജീവിതമായിരിക്കും ഇവർക്ക് ഏറ്റവും അടിപൊളി എന്നൊക്കെ ഇവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തമ്മിൽ വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇവര് നിങ്ങൾക്കൊരു പരിഗണന നൽകാതിരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ അതേപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഇവർക്കൊരു burden ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോ അവർ മനസ്സിലാക്കുന്നത് അതൊന്നും ഒരു burden അല്ല, അല്ലെങ്കിൽ അതൊരു ഭാരമല്ല. അതെല്ലാം ലൈഫിന്റെ ഒരു പാർട്ടാണ്. അതെല്ലാം ഒരു സന്തോഷമായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആക്ഷൻ എടുക്കുക, അത് ഏത് രീതിയിലാണ് എടുക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എനർജി തന്നെയാണ് ഇവരുടെ മനസ്സിലേക്ക് കിട്ടുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ്
നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇവർ ഇറങ്ങിപ്പോയത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ തന്നെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് എത്തണം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫോണിലൂടെ മാത്രം ആവണമെന്നില്ല, ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വങ്ങളെ നേരിട്ട് കാണാനായാലും സാധ്യതകളുണ്ട്. ചിലപ്പോൾ ഈവൻ ഇവരൊരു ബ്ലോക്ക് ഒക്കെ ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് മാറ്റുക എന്നുള്ളത് പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇവർ ആ ഒരു രീതിയിലേക്ക് തോട്ട് മാറിയിട്ടുണ്ട്. സ്വന്തം മനസാക്ഷി അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. ഒരിക്കലും ഇവരുടെ ലൈഫിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ്, ആ ഒരു ഇൻഡ്യൂഷൻ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയിൽ വർക്കായി തുടങ്ങിയിരിക്കുകയാണ്. അത് തന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷന്റെ കാരണം. നിങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ കണക്ഷൻ വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരായിട്ട് എഫേർട്ട് എടുത്ത് നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ തയ്യാറാകും. കാരണം ഇവർ ഇതുവരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് തന്നെയായിരിക്കാം നിങ്ങളും ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൊക്കെ നിന്നിട്ടുണ്ടാവുക ചിലവരുടെ കേസിൽ. അപ്പൊ ഇവരുടെ ഒരു ഓവർ തിങ്ക് ഒക്കെ ഇവിടെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഭയങ്കര ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പോലും അതുപോലെ ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു നെഗറ്റീവ് എനർജീസ്, നെഗറ്റീവ് തോട്ട്സ്, ഓവർ തിങ്കിങ് എല്ലാം കൂടെ കാട് കയറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. എങ്കിലും വെളിച്ചം വേണം എന്നുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ രീതിക്കും ഭയങ്കരമായിട്ടൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു സെൽഫിഷ്നെസ് എനർജി ഒക്കെ പൂർണ്ണമായിട്ട് മാറിപ്പോയിട്ടുണ്ട്, ഡ്രെയിൻ ഔട്ട് ആയിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ അവർ നിൽക്കുന്നത് അവർക്കൊരു ഗൈഡൻസ് വേണം. ലൈഫിൽ ഒന്ന് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ഒരു സപ്പോർട്ട് വേണം. പക്ഷെ ആരെങ്കിലും ആയാൽ പോരാ, അത് നിങ്ങൾ തന്നെ ആയിരിക്കുകയും വേണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ രീതിയിലും ഒരു പ്രകാശമായിട്ട് കടന്നു വരണം. നഷ്ടപ്പെട്ടു പോയ ആ ഒരു സമൃദ്ധി, സന്തോഷം അതെല്ലാം ഈ ഒരു ബന്ധത്തില് തിരികെ പിടിക്കണം. അതിലൂടെ ഇതിനെ വീണ്ടും വൈകാരികപരമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലൂടെ കൊണ്ടുപോവുക. അപ്പൊ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുവരെ അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എഫേർട്ട് എടുക്കാത്തത് പോലെ തന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാതെ വിട്ടുപോയിട്ടുണ്ട്. അവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയപ്പോൾ അവർ നിങ്ങൾക്കൊരു പരിഗണന, വേണ്ടത്ര കെയറിംഗ് ഒന്നും തരാതിരുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളൊന്ന് നോക്കാനോ പോലും അവർക്ക് സമയമില്ലാത്ത രീതിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പോൾ ആ ഒരു പഴയ ഓർമ്മകളിലേക്കൊക്കെ പോകുമ്പോൾ ഇപ്പോഴത്തെ നിങ്ങൾ അവരിപ്പോ വാച്ച് ചെയ്യുന്നുണ്ടെന്നും കൂടെ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങളെയും ആ ഒരു ഓർമ്മകളെയും എല്ലാം കൂടെ വെച്ച് അവർ ഇങ്ങനെ ആ ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതുപോലെ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നോക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുപോലെ നിങ്ങളുടെ യഥാർത്ഥമായ ഒരു സ്നേഹമായിരുന്നു, ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം, ഹാപ്പിനെസ്, ഒരു കോൺഫിഡൻസ് ഒക്കെ കൂടുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇവർക്കൊരു ഓവർ കോൺഫിഡൻസ് ഒക്കെ ഇപ്പൊ വരുന്നുണ്ട്. ഓവർ കോൺഫിഡൻസ് എന്ന് പറയാൻ കാരണം അവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നത് എന്തൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടറിലോ കാര്യങ്ങളോ ഒക്കെ മാറ്റങ്ങൾ സംഭവിച്ച് ഇവരൊരു ഫോർഗീവ്നെസ്സുമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ തയ്യാറാകും. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് നടത്താൻ വരുമ്പോൾ അത് ഒരിക്കലും ഫെയിൽ ആവില്ല. തീർച്ചയായിട്ടും അവർക്കൊരു വിജയം ഉണ്ടാകും, അല്ലെങ്കിൽ ഇതിനൊരു റീബർത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് റിലേഷൻഷിപ്പിനെ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്താനായിട്ട് അവർക്ക് കഴിയും എന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു ഉറച്ച ഒരു ഡിസിഷൻ എടുത്ത് തന്നെയാണ് ഇവർ നിൽക്കുന്നത്. അതുപോലെ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹൈഡ് ചെയ്തിരുന്ന കാര്യങ്ങൾ, ചീറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതെല്ലാം വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ നിങ്ങളിലേക്ക് പറയണം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലാണ്. അങ്ങനെയാണ് അവർ ആ ഒരു വിജയം പ്രതീക്ഷിച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും എന്നുള്ളൊരു മീനിങ് അല്ല. അവർ നിങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ നിങ്ങളെ ചീറ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതെല്ലാം വെളിപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വെളിപ്പെടുത്തി കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ രീതിക്കും അവർക്ക് ഒരു മാപ്പ് നൽകും, അല്ലെങ്കിൽ ആ ഒരു അവരുടെ ക്ഷമാപണം നിങ്ങൾ സ്വീകരിക്കും. അപ്പൊ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ എന്തായാലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ ഇവരുടെ ഈഗോയാണ് ഇവരുടെ കംഫർട്ട് സോൺ. ഇവർ മറ്റൊരു മുഖം അണിഞ്ഞിട്ടാണ് ആക്ച്വലി നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സത്യത്തിൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഈഗോ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് നല്ല രീതിക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഇവർക്ക് ഇവരുടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു സ്നേഹം ഒരുപാട് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ ഒന്നും അല്ലാതെയായി പോകുമോ, അങ്ങനെയൊക്കെ ഒരു തോട്ടാണ്. ആ ഒരു കോംപ്ലക്സ് ആണ് ഇവരുടെ മെയിൻ പ്രശ്നം. എന്നാൽ ഇപ്പൊ ഇവർ അതൊക്കെ മാറ്റുന്നുണ്ട്.
അതിലൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇവരായിട്ട് തന്നെ ചിന്തിക്കുകയാണ്. അങ്ങനത്തെ ഒരു രീതി വെച്ചിട്ട് മാത്രം മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു വിജയമോ കാര്യങ്ങളോ ഉണ്ടാവാനും പോകുന്നില്ല. അവർക്കൊട്ട് ലൈഫിൽ സന്തോഷവും ഉണ്ടാവാൻ പോകുന്നില്ല. അവരിങ്ങനെ എപ്പോഴും ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കും. അല്ലെങ്കിൽ ആ ഒരു അലച്ചില് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. സന്തോഷം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ സ്വയം തന്നെ കണ്ടെത്തണം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുക്കണം. മറ്റെന്തൊക്കെ സിറ്റുവേഷൻസ് ചുറ്റിനും ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം മനസാക്ഷി അനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം ജീവിതമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകണം എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ആ ഒരു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർമേഷൻ ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫർമേഷൻ നടന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ രീതിയിൽ പ്രവർത്തിക്കാനും തയ്യാറാവുന്നത്. വിജയം വേണം, അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രം ഒരു വിജയം എന്നുള്ള രീതിക്കല്ല, റിലേഷൻഷിപ്പിന്റെ വിജയം. ലോങ് ടേം ആയിട്ട് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, വളരെ ക്ലാരിറ്റിയോട് കൂടി അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് ഇതിനെ എത്തിക്കുക. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. വൈകാരികപരമായിട്ട് നിങ്ങളുടെ ബന്ധത്തില് എല്ലാ രീതിയിലും അവരുടെ മനസ്സിലുള്ള സ്നേഹം നിങ്ങളിലേക്ക് തന്നെ നൽകണം. അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള സ്നേഹം അത് അവർക്ക് വേണം. അത് നിങ്ങൾ തരുമോ എന്നുള്ളതല്ല, ഇവർക്ക് വേണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇപ്പൊ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ എനർജിയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സ് ഇപ്പൊ സ്വയം ഇവര് നീറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് തന്നെയാണ്. അത്രത്തോളം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ്. ഇവിടെയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും എത്ര റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് തിരികെ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് ഇപ്പൊ അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇവിടെ ഇവർക്ക് സന്തോഷം വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് ഇവിടെ ഒരു ഭീതിയോ ടെൻഷനോ അല്ല കൂടുതലായിട്ടുള്ളത്. നിങ്ങളോട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ എന്നൊരു വേദനയാണ് അവരുടെ മെയിൻ പ്രശ്നം. പക്ഷെ ഇവർക്കൊരു വിശ്വാസമുണ്ട്. ഇവിടെ ഹോപ്പ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷയാണ് ഹോപ്പ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്പിരിച്വൽ കണക്ഷനിലേക്ക് നിങ്ങളുടെ വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് അവർക്ക് മുന്നോട്ടേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിവൈൻ കണക്ഷൻ ഉണ്ട്. ഒരിക്കലും ഈ ഒരു ബന്ധം പിരിഞ്ഞു പോകില്ല എന്നുള്ളതൊക്കെ ഒരു പ്രതീക്ഷയായിട്ട് അവരുടെ ഉള്ളിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പ്രതീക്ഷകളിലൂടെ തന്നെയാണ് ഇവർ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ. അവരുടെ ചിന്തകളിൽ മുഴുവനും നിങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകാതിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവർ വളരെ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഈ എനർജിയെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. ഇപ്പൊ റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ വ്യക്തിയായിട്ടും റിലേഷൻഷിപ്പുമായിട്ടും എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ക്ലൂസ് ജെ വന്നിട്ടുണ്ട്, കാർത്തിക, ആർ എന്നൊരു ലെറ്റർ, 19, പി എന്നൊരു ലെറ്റർ, 32, 1982, ഡിസംബർ, രേവതി, സ്റ്റാർ ആണ്, കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ്, 30 days കാണിക്കുന്നുണ്ട്, ടി എന്നൊരു ലെറ്റർ, കാലിക്കറ്റ്, ഓഗസ്റ്റ് എന്നൊരു മന്ത്, 38, മകയിരം, 40, 28, 4 എന്നൊരു നമ്പർ, 1990, സാജിറ്റേറിയസ്, ബി എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം, എ എന്നൊരു ലെറ്റർ, 30 അഗെയിൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡേയ്സ് ആയിട്ടും എടുക്കാം. ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം. ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അനിഴം, യു എന്നൊരു ലെറ്റർ, ചിത്തിര, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, പുണർദം, ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ,
ലിയോ സോഡിയാക് സൈൻ ആണ്. മകം എന്നൊരു സ്റ്റാർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.